വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇസ്രായേൽ ജനം വീണ്ടും തിന്മ ചെയ്തു. കർത്താവ് അവരെ 7 വർഷത്തേക്ക് മിദ്യാൻകാരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽ ജനം മിദ്യാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു. അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഗിദെയോൻ എന്നൊരു പ്രവാചകനെ അയച്ചു. കർത്താവ് ഗിദെയോനോട് ഇസ്രായേൽ ജനത്തെ മിദ്യാൻകാരിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് കൽപ്പിച്ചപ്പോൾ ഗിദെയോൻ അമ്പരന്ന് പോയി. ഗിദെയോൻ പറഞ്ഞു, അയ്യോ കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ്, എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനുമാണ് ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. ഒറ്റയാളെ എന്ന പോലെ മിദ്യാൻകാരെ നീ നിഗ്രഹിക്കും. ന്യായാധിപന്മാർ 6-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. കർത്താവ് കൽപ്പിച്ചതുപോലെ ഗിദെയോൻ അവരുടെ ബലിപീഠങ്ങളും അക്ഷേര പ്രതിഷ്ഠകളെല്ലാം തകർത്ത് അവിടെ കർത്താവിന് ബലിപീഠം പണിതു. ഇതറിഞ്ഞ പട്ടണവാസികൾ ഗിദെയോനെ കൊല്ലാൻ പരിപാടിയിട്ടു. മിദ്യാൻകാരും അമലേക്കരും പൗരസ്ത്യരും ഒന്നിച്ചുകൂടി. കർത്താവിൻ്റെ ആത്മാവ് ഗിദെയോനിൽ വസിച്ചു. അവൻ കാഹളമൂതി തന്നെ പിന്തുടരുവാൻ അബീയേസർ വംശജരെ ആഹ്വാനം ചെയ്തു. മനശ്ശെ ഗോത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവൻ സന്ദേശവാഹകരെ അയച്ചു. തന്നോട് ചേരാൻ അവരെ വിളിച്ചു. അങ്ങനെ തന്നെ ആഷേർ, സെബൂലൂൻ, നഫ്താലി എന്നീ ഗോത്രങ്ങളിലേക്കും സന്ദേശവാഹകരെ അയച്ചു. അവരും വന്നു ചേർന്നു. ന്യായാധിപന്മാർ 6-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ. മിദ്യാൻകാർക്കെതിരെ ഒട്ടനവധി ഇസ്രായേൽക്കാരുണ്ടായിരുന്നതുകൊണ്ട് കർത്താവ് കൽപ്പിച്ച പ്രകാരം അവരിൽ നിന്ന് 300 പേരെ മാത്രം തിരഞ്ഞെടുത്ത് 100 വീതമുള്ള 3 സൈന്യങ്ങളാക്കി വിഭജിച്ച് മിദ്യാൻകാർക്കെതിരെ യുദ്ധം ചെയ്ത് കീഴടക്കി കൂടുതൽ രാജ്യങ്ങൾ പിടിച്ചെടുത്തു. ഗിദെയോൻ എഫ്രായിം മലനാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ദൂതന്മാരെ അയച്ചു പറഞ്ഞു, മിദ്യാൻകാർക്കെതിരെ ഇറങ്ങി വരുവിൻ, ബാത്ബാറായും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ പിടിച്ചടക്കുവിൻ. എഫ്രായിംകാർ ഒരുമിച്ചുകൂടി ബാത്ബാറായും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ കൈവശമാക്കി. മിദ്യാനെ പിന്തുടരവേ ഓറേബ്, സേബ് എന്നീ മിദ്യാൻ പ്രഭുക്കളെ അവർ പിടികൂടി. ഓറേബിനെ ഓറേബ് ശിലയിൽ വെച്ചും സേബിനെ സേബ് മുന്തിരിച്ചക്കിന് അരികെ വെച്ചും കൊന്നുകളഞ്ഞു. ഓറേബിൻ്റെയും സേബിൻ്റെയും തലകൾ അവർ ജോർദാൻ്റെ അക്കര ഗിദെയോൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. ന്യായാധിപന്മാർ 7-ാം അധ്യായം 24-25 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.